ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു വരുമ്പോൾ പുറത്തു വരുന്നത് 3 മന്ത്രിമാരുടെ പേരുകളാണ്. ഒരു MP-യും ഇതിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാലയളവ് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എന്താണ് പറയാ, CPM ഭരണകാലഘട്ടം അല്ലെങ്കിൽ LDF ഭരണകാലഘട്ടമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഈ ഒരു കാര്യം നടക്കുമ്പോൾ ഇവർക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ അത് ശരിയാകുന്ന ഒരു കാര്യമല്ലല്ലോ. അതിൽ ചില സത്യങ്ങളൊക്കെ ഇല്ലേ? അപ്പം നമുക്ക് പോറ്റിയെ കാണാനില്ലല്ലോ. പോറ്റിയെ പോലീസ് കൊണ്ടുപോയി പോറ്റിയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി. പോറ്റിയുടെ താല്പര്യം അനുസരിച്ച് എല്ലാവരെയും വെളിയിലിറക്കി. പോറ്റിയെ 10 മിനിറ്റ് പോറ്റിയുടെ വക്കീലുമായിട്ട് സംസാരിക്കുന്നതിനും പിന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം അത് വീഡിയോ പകർത്തി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. എന്നിട്ട് പോറ്റിയെ അന്നേരെ കൊടുത്തു. എത്ര ദിവസം പോറ്റിയെ വേണം? പോറ്റിയെ 15 ദിവസം വേണം. എന്നാൽ പോറ്റിയെ കൊണ്ടുപോകും. പോറ്റി ഇപ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ പോറ്റി എവിടെയാണെന്ന് അറിയത്തില്ല. പോറ്റിയുടെ വാ വൃത്തിയായിട്ട് തുറന്നിട്ടില്ല. പോറ്റിയുടെ വാ നല്ലപോലെ ഉറക്കുന്നുണ്ടാവും. പോലീസിൻ്റെ കയ്യിലാണ് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം തുറന്നതിനകത്ത് ഈ മന്ത്രിമാർ, പല മന്ത്രിമാരുടെയും പേര് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 2019 ഇരുന്ന മന്ത്രിയുടെ പേര് വരുന്നുണ്ട്. ആരാണെന്ന് ഞാൻ എൻ്റെ വായും കൊണ്ട് പറയണ്ടല്ലോ. ദേവസ്വം ബോർഡ് മന്ത്രി. അതിനുശേഷം 2ാം പിണറായി സർക്കാർ ഇരുന്നപ്പോൾ ഒരു മന്ത്രി വന്നിട്ടുണ്ട്. ആ മന്ത്രിയാണല്ലോ ഇപ്പോൾ MP ആയിട്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് എത്ര പറഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയില്ല. സി രാധാകൃഷ്ണനല്ല, രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മനസ്സിലായില്ല. അദ്ദേഹം അതിനൊന്നും പോകുന്ന ഒരാളായിട്ടില്ല. ഇപ്പം ഉള്ള മന്ത്രി ഈ വിഗ്ഗുമൊക്കെ വെച്ചിട്ട് താടിയൊക്കെ ഉള്ളൊരു മന്ത്രി ഉണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിനുണ്ട്. അപ്പോൾ അന്നിരുന്ന ഈ പറയുന്നത് പോലെ 2 FIR തയ്യാറാക്കുമ്പോൾ ആ FIR-നകത്ത് 10 പേരടങ്ങുന്ന FIR-നകത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മെമ്പർമാരും ഈ മുരാരി ബാബു ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് വന്നിരിക്കുന്നത്. മനസ്സിലാകുന്നത്? അതിനകത്ത് തന്ത്രിയും തിരുമേനിയും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മേൽശാന്തിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു തന്ത്രി അത് ചെയ്യുമോ? തന്ത്രി ചെയ്തു. മേൽശാന്തി അത് ചെയ്തു. മേൽശാന്തി ചെയ്തു. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ ചെയ്യാൻ, ഇതൊക്കെ അറിയാമിരുന്നിട്ടും എന്നുവെച്ചാൽ അറിയാമല്ലോ. കാരണം ഈ പറയുന്നത് പോലെ ദ്വാരപാലക ശില്പം 24 ക്യാരറ്റ് സ്വർണം പൂശിയതാണെന്നും ആ സ്വർണം അങ്ങോട്ട് മങ്ങത്തില്ലെന്നും ഈ പറയുന്നത് പോലെ നമ്മുടെ കവാടം അല്ലെങ്കിൽ അയ്യപ്പൻ്റെ കട്ടളപ്പടി സ്വർണം പൂശിയതാണെന്നും അതങ്ങോട്ട് മങ്ങത്തില്ലെന്നും ഒക്കെ അവർക്കറിയാമാഞ്ഞിട്ടും ഒരു കൊള്ള, പല കൊള്ളകൾ ഇതിൻ്റെ പുറകിൽ കാണും. അല്ലെങ്കിൽ ഒരു കൊള്ള ദ്വാരപാലക ശില്പം ഈ പറയുന്ന പോലെ സ്വർണം പൂശണം. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പപ്പനായിരുന്നല്ലോ. പുള്ളിക്ക് അറിയത്തില്ലയോ സ്വർണം പൂശണ്ടാത്ത സ്ഥലമാണ് ഇത്, സ്വർണം പൂശിയതാ. അപ്പോൾ ആ സ്വർണം പൂശുന്നത് ധൃതി വെച്ചങ്ങ് പൂശുവാ. ധൃതി വെച്ച് പൂശുന്നതെന്ന് അത് വെച്ചാൽ പുള്ളി അയ്യപ്പൻ്റെ ആളാണ്. ഈ അരിവരാസനം ഒക്കെ എഴുതിയത് പുള്ളിയുടെ വീട്ടിലെ ആൾക്കാരാണെന്നാണല്ലോ പറയുന്നത്. ആ പാരമ്പര്യത്തിലുള്ള ആളാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് പൂശണം, അല്ലെ ഭഗവാൻ ഒരു വിഷയം വന്നാൽ ഭഗവാൻ വീട്ടിൽ വരുമെന്നാണ് പറയുന്നത്. പുള്ളിയുടെ വീട്ടിൽ ചെന്ന് പരാതി പറയുന്ന രീതിയിലേക്കുള്ള ബന്ധം ബഹുമാനപ്പെട്ട അയ്യപ്പനുമായിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്നെ മോനെ ഏൽപ്പിച്ചെന്നാൽ പുള്ളി പത്രക്കാരത്ത് പറഞ്ഞു കേട്ടത്. അതിനകത്തെപ്പറ്റി എനിക്കറിയത്തില്ല, പുള്ളിയൊക്കെ അത്രയ്ക്ക് ബന്ധം കാണുമായിരിക്കും. അപ്പോൾ ഇത്രയും ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്, അതായത് സ്വർണ്ണപ്പാളി വളരെ കൃത്യമായിട്ട് ചെമ്പുപാളിയാക്കി കൊണ്ടുപോകുന്നതിന് അത് സ്വർണ്ണമാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. അവസരനകത്ത് മേൽശാന്തി ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത് തയ്യാറാക്കി ആ കോക്കസിന് വളരെ കൃത്യമായിട്ട് അറിയാം. നിസ്സാര അമ്പലമാണോ ശബരിമല? സ്വർണത്തിൽ കുളിച്ച് നിൽക്കുന്ന അമ്പലം, അവിടുത്തെ വരുമാനം കൊണ്ട് കേരളത്തിലെ മറ്റ് അമ്പലങ്ങളെല്ലാം പോറ്റുന്ന അമ്പലം, മിച്ചം വരുന്ന അമ്പലം. ആ അമ്പലത്തിൽ കയറി കളിക്കുന്ന കളിക്കകത്ത് നിസ്സാര കളിയല്ല. കോടതി അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ കോടതിയുടെ മേൽനോട്ടിൽ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിരിക്കുന്ന അമ്പലമാണ്. 2023 തൊട്ടല്ലേ? അല്ലെങ്കിൽ ഈ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ കമ്മീഷൻ. അപ്പോൾ ഇതിനെയൊക്കെ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെയൊക്കെ നോക്കി കുത്തി ആക്കിക്കൊണ്ട് അതിനപ്പുറം നിൽക്കുന്ന ഒരു മുരാരി ബാബു സംഘമൊന്നുമല്ല. ഈ പ്രവർത്തിച്ചിരിക്കുന്ന സംഘത്തിന് കൃത്യമായിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും ഞങ്ങളെ രക്ഷിക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ആ പറയുന്നത് പോലെ ഉന്നത തലത്തിൽ നിന്ന് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഇത് ആ ഒരു കൊള്ളയല്ല, സ്ഥിരം കൊള്ളയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം അതുകൊണ്ട് ആ മുരാരി ബാബു എന്ന് പറഞ്ഞ മാസ്റ്റർ തയ്യാറാക്കുന്ന ആൾ. നമ്മളീ വലിയ വലിയ കൊലപാതകത്തിനൊക്കെ ഓരോ പോലീസ് സ്റ്റേഷനും മാസ്റ്റർ തയ്യാറാക്കാൻ പ്രത്യേക പോലീസുകാരനുണ്ട്. വേറെ ഒന്നുമല്ല, അതിനകത്ത് അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അതിൻ്റെ ഒരു ഭാഷയിൽ എഴുതേണ്ടതായിട്ടുണ്ട്. വേറെ ആയാലും തയ്യാറാക്കിയ പിന്നെ അത് കോടതി വരുമ്പം മാസ്റ്റർ തെറ്റാന്ന് പറഞ്ഞുകൊണ്ട് കേസ് നോക്കാനൊക്കെ ഉള്ള സാധനം. ഇയാളതുപോലെ മാസ്റ്റർ തയ്യാറാക്കുന്നത് അത് അല്ല, അത് അതിനെപ്പറ്റി അല്ലേ. ഏറ്റുമാനൂരമ്പലത്തിൽ തീ പിടിച്ചപ്പോൾ ശ്രീകോവിലിനകത്ത് വിഷയം വന്നപ്പോൾ അവിടുത്തെ രുദ്രാക്ഷമാലയ്ക്ക്
അലമാരിക്കകത്ത് സ്വർണ്ണമല്ല അത് കളവ് പോയെന്ന് പറഞ്ഞപ്പോൾ അന്ന് മാസ്റ്റർ തയ്യാറാക്കി പുള്ളിയാ. മനസ്സിലാവുന്നു. 2019 ഈ പറയുന്ന പോലെ ചെമ്പുപാളി എന്ന് എഴുതി മാസ്റ്റർ തയ്യാറാക്കുന്നത് പുള്ളിയാ. 2025 ഇതേ ചെമ്പുപാളിയുടെ വിഷയത്തിനകത്ത് അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്ന് ഇന്നാളെ ഏൽപ്പിക്കുന്നതിന് മാസ്റ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇയാൾ അങ്ങനെ എല്ലായിടത്തും മാസ്റ്റർ തയ്യാറാക്കാൻ വരാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ഓരോ പ്രദേശത്ത് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് മാസ്റ്റർ തയ്യാറാക്കുന്നത്. അപ്പോൾ വിഷയങ്ങളുള്ളിടത്ത് കൊള്ളയുള്ളിടത്തെല്ലാം മുരാരിബാബു മാസ്റ്ററിന് വരുന്നുണ്ട്. അപ്പോൾ കൊള്ള നേരത്തെ പ്ലാൻ ചെയ്യുന്ന കൊള്ളയാണല്ലോ, അതിനൊരു കോക്കസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ മുരാരിബാബു ദേവസ്വം ബോർഡിൻ്റെ ആളെന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്ന് പോയി ശബരിമല ഇരിക്കാൻ പോകുമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ട്രാൻസ്ഫർ വേണമല്ലോ. ട്രാൻസ്ഫർ ആരാ? അതിനകത്ത് ഉന്നത ഇരിക്കുന്ന ആൾക്കാരല്ലേ ട്രാൻസ്ഫർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ നിന്ന്, അത് മന്ത്രിയുടെ തലത്തിൽ നിന്നാണോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ കൊള്ളസംഘത്തിനെ നിയമിച്ചിരിക്കുന്ന കൊള്ളസംഘത്തിനെ അല്ലെങ്കിൽ ഇതുപോലെ കൊള്ളയടിക്കാൻ പ്രാപ്തമായി ഒരുക്കി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൊള്ള മുതൽ കൈപ്പറ്റുന്നതിനകത്തൊക്കെ ഈ പറയുന്നത് പോലെ മന്ത്രി കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ കാണും, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് കാണും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അറിവ് കാണും. അല്ലെങ്കിൽ ഇത് എങ്ങനെ സാധിക്കുന്നത്? ഇപ്പം ആർക്കാണ് ഇതിനകത്ത് കൈ കഴുകാൻ പറ്റുന്നത്? കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് വന്നത് വെച്ചാൽ നമ്മൾ പറഞ്ഞത്, ഈ പറയുന്ന കോടതി ചോദിച്ചേക്കുന്നത് ഇതിനകത്തൊക്കെ ഒപ്പിട്ടേക്കുന്നേരാ. ഇപ്പം നമ്മൾ ഈ തന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട്. അയ്യോ തന്ത്രിയാ ഒപ്പിട്ടേക്കുന്നത് ഒന്ന്, മാസത്തിനകത്ത് ഒപ്പിട്ട് ആ തന്ത്രി മേൽശാന്തി ഒപ്പിട്ടേക്കുന്നേ 2. ഇതുപോലെ ഈ മുരാരിബാബു ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ട്. പപ്പൻ എത്ര പറയുമ്പോൾ പപ്പൻ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുന്നത്? ഇവരൊക്കെ പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ വേറെ ഒന്നും അറിയില്ല. മതി, വേറൊന്നും അറിയണ്ട, വേറൊന്നും അറിയാതെ അങ്ങ് ഒപ്പിടുവോ? എന്നാൽ ഇവനെ കൊണ്ടുവന്ന ഒരു വെള്ള പേപ്പറിൽ പ്രചിത പോയി ഒപ്പിടിച്ചോണ്ട് പോവാ. ഇയാൾ ഈ വലിയ മാസന്റെ കയ്യിൽ ഒപ്പിട്ടല്ലോ. ദ്വാരപാല ശില്പം സ്വർണം പൂശുന്നതിന് വേണ്ടി എനിക്ക് അറിവുള്ളത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം. ഇയാൾ പിന്നെ അവിടുത്തെ അച്ഛനാന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ തന്ത്രി, ഭഗവാന്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ സ്ഥാനമാണല്ലോ തന്ത്രി. അതുകൊണ്ടാണല്ലോ പുള്ളിയുടെ അഭിപ്രായം ചോദിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പുള്ളി ഒപ്പിടേണ്ടി വരുന്നത്. അല്ലേ എന്തോ ശബരിമല പുള്ളിയെ കൊണ്ട് ഒപ്പിടിക്കേണ്ട കാര്യം? പറയുക പോതൊക്കെ ആൾക്കാരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കാൻ. അപ്പോൾ അത് അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റുമോ? മേൽശാന്തിക്ക് അറിവുള്ളതല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ സ്വർണ്ണമാണ്, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്വം ഉള്ളതല്ലേ, അത് ബോധ്യപ്പെടുന്നതുകൊണ്ടാണല്ലോ ഒപ്പിടുന്നത്. അല്ല എന്നാൽ പിന്നെ എല്ലാവരും ആരെ കൊണ്ടേലും 10 പേര് നമ്മളിൽ ചിലയിടത്ത് സാക്ഷി ഒപ്പിടുന്ന പോലെ ഒപ്പിട്ടാം, 2 പേര് സാക്ഷിയോ അങ്ങനെ ഒപ്പിടിച്ചൊന്നുമില്ലല്ലോ. ഇപ്പം ഞങ്ങൾക്കിത് അറിവുള്ളവരെന്നും പറഞ്ഞാൽ ഇപ്പം ഈ തിരുമേനി പറഞ്ഞതാ, ഈ പോറ്റി ഏതാ ഈ ഇവൻ്റെ പേരെന്തോ ഉണ്ണിക്കിണ്ണം പോറ്റി വന്ന് നേരത്തെ നമ്മൾ കണ്ടില്ലേ ആദ്യ തുടക്കത്തിൽ വാടാ എന്ന് വെച്ചാൽ പുള്ളി എല്ലാ ഗ്രൗണ്ട് കളക്ട് ചെയ്തായിരുന്നു. ആരുടെ കെയർ ഓഫിൽ? ഉദ്യോഗസ്ഥന്മാരുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിമാരുടെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് സ്വാധീനമുള്ള MP-മാരുടെ കെയർ ഓഫിൽ, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കെയർ ഓഫിൽ ഗ്രൗണ്ടെല്ലാം കറക്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഇത് എവിടെ ചെന്നാലും എന്തോ ഞങ്ങൾ തന്നേക്കുന്ന ചെമ്പ് പാളിയല്ലേ. ഇപ്പം വിചാരിച്ചില്ല കോടതി ഇതിനകത്ത് ഇടപെടുമെന്നും, കോടതി ഈ പറഞ്ഞതുപോലെ ഈ സ്വാധീനം ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്വാധീനമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ വെക്കുമെന്നൊന്നും. ഇപ്പോൾ ഇരിക്കുന്ന അന്വേഷണം ഏൽപ്പിച്ചേക്കുന്ന ഉദ്യോഗസ്ഥനാരാ? കേരള പോലീസിനെ സ്വാധീനിക്കുന്നു, ആഭ്യന്തര വകുപ്പിനെ സ്വാധീനിക്കുന്നു ഒക്കെയാണല്ലോ പറഞ്ഞത്. ആ ആഭ്യന്തര വകുപ്പിനകത്തു നിന്ന് ഏറ്റവും കൂടുതൽ കേരള സർക്കാർ ഉപദ്രവിച്ചിട്ടുള്ള ഒരു DGP-യാണ്. അയാളെ ഇവിടുന്ന് കേന്ദ്രത്തിലേക്ക് അയാൾക്ക് പോകുന്നതിന് വേണ്ടി സർട്ടിഫിക്കറ്റ് പലവട്ടം ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുള്ളവനല്ല, ഇതുള്ളവനാണ്. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. മാത്രമല്ല അയാളെ പരിശോധിക്കുമ്പോൾ അയാൾ കുഴപ്പക്കാരനല്ല, അയാളെ DGP ആക്കിയിട്ടില്ല. അപ്പോൾ അയാളെ തന്നെ കോടതി ആരാ ബുദ്ധി? കുഴപ്പം അയാൾ തന്നെ വരട്ടെ. അപ്പോൾ അയാൾ ഫേവർ ചെയ്യത്തില്ലല്ലോ. അയാളുടെ കീഴിലല്ലേ ഈ പറയുന്നത് പോലെ ഒരു ടീമിനെ അയാൾ ഫോം ചെയ്ത്, അയാളുടെ ഇഷ്ടത്തിനല്ലേ ഫോം ചെയ്തത്. ആ ടീം വൃത്തിയായിട്ട് അന്വേഷിക്കുമല്ലോ. മാത്രമല്ല ഇതിൻ്റെ മേൽനോട്ടം കോടതിയാണ്. എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ഇന്ന കുഴപ്പം കോടതിക്ക് ബോധ്യപ്പെട്ട് വെളിപ്പിലോട്ട് പോടാന്ന് പറഞ്ഞാൽ DGP ആയാലും ആരായാലും ജോലി പോകത്തില്ലേ? വേറെ എവിടെയെങ്കിലും എങ്കിൽ അപ്പീൽ കൊടുക്കാം. കോടതി പറഞ്ഞാൽ എവിടെ അപ്പീൽ കൊടുക്കാൻ നോക്കും. അപ്പോൾ അന്വേഷണം ഒന്നും ഈ പറയുന്നത് പോലെ എങ്ങും ഒതുങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ നിന്നു പോകുന്നതും അല്ലെങ്കിൽ മന്ത്രി ഉള്ളത് കൊണ്ടും MLA ഉള്ളത് കൊണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കമ്മീഷൻ ഉള്ളത് കൊണ്ടും ഇതത്ര ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം കൃത്യമായിട്ട് അന്വേഷിച്ച് കൊടുക്കാനാണ് സാധ്യത. ഇപ്പോൾ നല്ലതുപോലെ പോറ്റിയുടെ തുറക്കുന്നുണ്ട് നമുക്കറിയാം. കാരണം അതായത് ഈ പോറ്റി എവിടാന്നൊന്നും അറിയാത്ത അവർ കറക്റ്റ് കോടതിയാണല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇതിനകത്ത് എവിഡൻസ് ഉണ്ടാക്കി മാത്രമേ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ളൂ. കോടതി താക്കമ്പൂക്കും ചോദിക്കും. കാരണം വേറെ റെക്കോർഡ് അങ്ങനെ ഇരിക്കുക. അറിയാമെങ്കിലും ഇതിനെല്ലാം തെളിവ് വേണമല്ലോ. അപ്പോൾ അതിനകത്തൊന്നും മന്ത്രി തുറന്നതിനകത്ത് ഈ പറയുന്ന പല മന്ത്രിമാരും MP-മാരും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടെ. ഉണ്ടാവാതെ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇത്രയും വലിയൊരു ക്രിമിനൽ 2007 ഒരു സാധാരണ ഒരു തിരുമേനിയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഇതുപോലെ ശാന്തിയുടെയും ആരുടെയെങ്കിലും എടുത്തു കൊടുപ്പുകാരനായിട്ട് അവരുടെ സഹായിയായിട്ട് വന്നവൻ ഇത്രയും വരണമെങ്കിൽ അവനെ അവിടെ കൊണ്ടുവന്നിരുന്നു.
അല്ലെങ്കിൽ അവനവിടെ ഇത് ഈ ഒരു റോളിൽ അവിടെ വന്ന് ഇത്രയും കാലം കൊണ്ട് അവിടെ വളരെ വലിയ കൊള്ളകൾ ഇതല്ല ഇതിനപ്പുറം നടത്തി കോടികൾ സമ്പാദിച്ച് കൂട്ടത്തിൽ ഒരുത്തനായിട്ട് മാറി. ഇതെങ്ങനെ വെളിയിൽ വന്നേ? ഇത് വെളിയിൽ വന്ന് പറഞ്ഞാൽ കൊള്ള മുതൽ കിട്ടാത്ത ഒരുത്തനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ശുദ്ധഗതിക്കാരനായിട്ടുള്ള ഒരുത്തനോ ഇത് പുറത്തു കൊണ്ടുവന്നു. രണ്ടും വരാം. ഒരുത്തന് കിട്ടാത്ത കൊതിക്കറിവിനകത്തും വരാം, വേറെ ഒരുത്തൻ ഇത് ഭഗവാന്റെ കൊള്ള മുതലം മോട്ടിക്കുന്നവന്മാരെ പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആയിരിക്കും ഇത് വെളിയിൽ വന്നത്. വെളിയിൽ വരുന്നതിൻ്റെ ഒരു കാരണം ഇതായി. ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പം വേറെ വലിയ വിഷയം വരുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഇത് വെളിയിൽ വരണം. നിങ്ങളെല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിമാരെയും അല്ലെ CPM നേതാക്കന്മാരെയും ഒക്കെയാണ് അല്ലെങ്കിൽ അവരിനകത്തുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇതിന് ഈ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായത് കോൺഗ്രസിൻ്റെ നേതാവാണ്. കോൺഗ്രസിന് ഏറ്റവും വേണ്ടപ്പെട്ട വക്കീലാണ്. അവൻ്റെ പേരെന്തോ ലെനിൻ തോമസ് വേണാട് അല്ലേ? കോൺഗ്രസ് നേതാവിന്റെ കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. ഇയാൾക്ക് വേണ്ടി ഇത്ര റിസ്ക് എടുത്ത് ഈ വിഷയത്തിനകത്ത് എന്തിനാ ഹാജരായത്? മാത്രമല്ല അയ്യപ്പൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അയ്യപ്പ സംഘം. അങ്ങനെ 2 ദിവസം മുമ്പല്ലേ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയൊരു ഭഗവാന്റെ അവതാരമായിട്ട് ഇറങ്ങിയത്. എന്തുവാ? പീഠം കാണാനല്ല, സ്വർണ്ണപ്പീഠം കാണാനല്ല. അതാണ് ഈ പിണറായി വിജയൻ ഡൽഹി വെച്ച് പറഞ്ഞത്. പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി. വലിയ വിഷയമല്ലേ? സ്വർണ്ണപ്പീഠം ശബരിമല കാണാനില്ല. 3ാമത്തെ ദിവസം ശബരിമല സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി അപ്പൂമാർ കള്ളന്മാരല്ലേ, കൊള്ളക്കാരല്ലേ, ഇനിയും കൊള്ളയടിക്കാനുള്ള രീതി വന്നപ്പോൾ അവിടെ ചെന്ന് പോലീസ് പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ പോറ്റിയുടെ പെങ്ങടെ വീട്ടിൽ നിന്ന് പീഠം പിടിച്ചു. അപ്പം ഇതിൻ്റെ പുറകിലൊരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. പക്ഷേ ഗൂഢാലോചനയും കൊണ്ട് വന്നവൻ വലിയ കൊള്ളക്കാരനായിരുന്നു. അപ്പം ആ ഗൂഢാലോചനക്കാർ പ്രതിപക്ഷമാണെങ്കിൽ കൊള്ളസംഘത്തിൻ്റെ തലവന്മാർ അവരല്ലേ എന്നുള്ള രീതിയിലൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട്. മാത്രവുമല്ല ഈ മുരാരി ബാബു ഉണ്ടല്ലോ, മാസ്റ്റർ തയ്യാറാക്കുന്ന വിദഗ്ധൻ, അയാളൊക്കെ ഈ പറയുന്ന മുരാരി ബാബുവും ഈ 10 പേര് 2 FIR ഉണ്ട്. അതിനകത്ത് 10 പേരടങ്ങുന്ന ഒരു FIR. അതിനകത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മെമ്പർമാരും ഒക്കെ വരുന്നത്. അതിനകത്ത് ഈ പറയുന്ന മുരാരി ബാബു കോൺഗ്രസ് യൂണിയൻ ഉണ്ട് പോയി. ഇതിനകത്ത് എല്ലാ യൂണിയനൊക്കെ ഉണ്ട്. അതിൻ്റെ നേതാക്കന്മാരെന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപം വരുന്നുണ്ട്. ഏതായാലും വരട്ടെ, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും 3 മന്ത്രിയുണ്ടോ 2 മന്ത്രിയുണ്ടോ 1 MP ഉണ്ടോ 2 MP ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം. ഏതായാലും ആരൊക്കെയോ ഉണ്ട്, കൃത്യമായിട്ടുള്ളവരുണ്ട്, ബലമുള്ളവരുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംവിധാനം അവിടെ നടക്കത്തില്ല. എന്തായാലും പോറ്റി പറഞ്ഞേ ഒക്കത്തുള്ളൂ. പോറ്റി കുനിച്ചു നിർത്തി 4 കൈകാര്യം ചെയ്യുമ്പോൾ പോറ്റിക്ക് ഗണപതി ഹോമം ഭഗവതി സേവ അറിയത്തുള്ളൂ. പോലീസിൻ്റെ ഒരു മുറയുണ്ട്, പല മുറയുണ്ട്. ആ മുറ വരുമ്പോൾ പോറ്റി പറഞ്ഞോളും, കാര്യങ്ങൾ അറിഞ്ഞോളും. ഇപ്പം അത് വെളിയിൽ വിടാത്തത് കേസിൻ്റെ ഗൗരവം. വെളിയിൽ വന്നാൽ ഈ പറയുന്ന ആരുടെയൊക്കെ പേര് പോറ്റി പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വെളിയിൽ വന്നാൽ അതിനകത്തുനിന്ന് രക്ഷ തേടുന്നതിനും തെളിവ് നശിപ്പിക്കുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഗോപ്യമായിട്ടും ഗൂഢമായിട്ടും വളരെ ഈ പറയുന്നത് പോലെ ഗൗരവത്തോടും കൂടി ആ കേസ് അന്വേഷിക്കുന്നത്. ഒരു കാര്യം വെളി വരുന്നില്ലല്ലോ. ഉണ്ടോ? കോപ്പി ഒരു കുറിപ്പ് വന്നെന്ന് പറഞ്ഞ് 24 പറയുന്നതും അല്ലെങ്കിൽ വേറെ ചില FIRൻ്റെ കോപ്പി കിട്ടുന്ന ഒരു കോപ്പിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.